നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എസ്പി ചൈത്ര തെരേസ ജോൺ നടത്തിയ റെയ്ഡിനെക്കുറിച്ച് അന്വേഷിച്ച എഡിജിപി മനോജ് എബ്രാഹിമിന്റെ റിപ്പോർട്ട് ഇന്ന് ഡിജിപി മുഖ്യമന്ത്രിക്ക് കൈമാറും. ചൈത്ര തെരേസ ജോണിന്റെ നടപടി ശരിവച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഡിജിപിക്ക് മനോജ് എബ്രാഹിം നൽകിയിട്ടുള്ളത്. സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ശുപാർശയോടെയാകും റിപ്പോർട്ട് കൈമാറുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനോജ് എബ്രാഹിം അന്വേഷണം നടത്തിയത്. സിപിഎം ഓഫീസ് റെയ്ഡ് നടത്തിയതിൽ പോലീസിന് വീഴ്ചയില്ല എന്നാണ് എഡിജിപിയുടെ റിപ്പോർട്ട്. സർക്കാരിന് ഉചിതമായ നടപടിയെടുക്കാമെന്ന ശുപാർശയോടെയുള്ള റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുകയാണ്. ചൈത്രയെ അനുകൂലിച്ച് പ്രതിപക്ഷവും രംഗത്തുണ്ട്. പക്ഷേ നടപടി ആവശ്യത്തിൽ ഉറച്ചാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. പോലീസിന്റെ മനോവീര്യത്തെ കുറച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡിന്റെ പേരിൽ ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുമോ? ചൈത്രയ്ക്കെതിരെ സർക്കാർ നടപടി എന്താകുമെന്നതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ രാഹുൽ പങ്കെടുക്കും. യുഡിഎഫ് നേതാക്കളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറങ്ങുന്ന രാഹുൽ ഗാന്ധി ആദ്യമെത്തുക അന്തരിച്ച MI ഷാനവാസ് MPയുടെ വീട്ടിലാണ്. 3 മണിക്ക് മറൈൻ ഡ്രൈവിലെ കോൺഗ്രസ് നേതൃസംഗമത്തിൽ പങ്കെടുക്കും. മറൈൻ ഡ്രൈവിലെ സമ്മേളനത്തിന് മുമ്പ് ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പാണ് 1 മണിക്കൂർ നീളുന്ന കൂടിക്കാഴ്ചയിലെ ഏക അജണ്ട. തുടർന്ന് UDF നേതാക്കളെയും രാഹുൽ ഗാന്ധി കാണും. അധിക സീറ്റ് ആവശ്യപ്പെടുന്ന ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും UDF നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിക്കും. ഐക്യജനാധിപത്യ മുന്നണിയുടെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഉദ്ഘാടനം പോലെയാണ് സമ്മേളനം വെച്ചിരിക്കുന്നത്. എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരുമാണ് പങ്കെടുക്കുന്നത്. നിർജ്ജീവമായ ബൂത്ത് തല പ്രവർത്തനം സജീവമാക്കുകയാണ് ലക്ഷ്യം. തിരികെ ഗസ്റ്റ് ഹൌസിലെത്തുന്ന രാഹുൽ മുതിർന്ന നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തും. വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും. പൊതുസമ്മേളനത്തിൽ സ്ത്രീ പങ്കാളിത്തം പരമാവധി ഉറപ്പുവരുത്തണമെന്നാണ് KPCCയുടെ പ്രത്യേക നിർദ്ദേശം. ന്യൂസ് 18 കൊച്ചി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാ പൌരന്മാർക്കും അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ഗാന്ധി. ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പെന്നും രാഹുൽ വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് കേരളത്തിലേക്കുള്ള വരവ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസിന് പുത്തനുണർവ് നൽകുമോ എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. സീറ്റിനായി പിടിവലി. പാലക്കാട് ഇത്തവണ MPയും MLAയും തമ്മിലാകുമോ മത്സരം? മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ MLAയെ ഇറക്കണമെന്നാണ് കോൺഗ്രസിലെ വികാരം. MP രാജേഷിന് 3-ാം ഊഴം, പക്ഷേ പാർട്ടി നേതൃത്വം സ്ഥിരീകരിക്കുന്നില്ല. കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ BJP തന്ത്രം മെനയുന്ന മണ്ഡലം കൂടിയായതിനാൽ പാലക്കാട് ഇത്തവണ മത്സരം കടുകടുക്കും. CPMനായി സിറ്റിംഗ് MP MB രാജേഷ്, കോൺഗ്രസിനായി സിറ്റിംഗ് MLA ഷാഫി പറമ്പിൽ. ഇരുവർക്കും കടുത്ത മത്സരം നൽകി BJP. അങ്ങനെയൊരു പോരാട്ടം ഇത്തവണ പാലക്കാടുണ്ടാവുമോ? ഷാഫി പറമ്പിൽ മത്സരത്തിനുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. എന്നാൽ 2 തവണയിൽ കൂടുതൽ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന CPM തീരുമാനത്തിൽ ഇളവുണ്ടായാലേ MB രാജേഷ് ഉണ്ടാകൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അങ്ങനെയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് 2 മണ്ഡലങ്ങളും LDFന് നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. 1957 മുതൽ ഇതുവരെ നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 തവണ മാത്രമേ കോൺഗ്രസിന് പാലക്കാട് പിടിക്കാനായിട്ടുള്ളൂ. ഇത്തവണ മണ്ഡലം പിടിക്കാൻ ഷാഫി പറമ്പിൽ എന്ന യുവ MLAയെ കോൺഗ്രസ് ഇറക്കുമോ? ഷാഫിയുടെ മറുപടി ഇങ്ങനെ: ഇപ്പം മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ MLAമാർ മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. MLAമാരല്ലാത്ത ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം അതിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സിലേക്കാണ് പാർട്ടി നേതൃത്വം പോവുക. പിന്നെ അങ്ങനെ ഒരു ആലോചനകളില്ലാണ്ട് ഒരൊറ്റ തീരുമാനമായിരിക്കില്ലല്ലോ. ഇതിപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു കേരളത്തിലെ പാർട്ടി നേതൃത്വവും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കുക. തീരുമാനം അങ്ങനെയല്ലേ വരുള്ളൂ. കഴിഞ്ഞ തവണ 1,36,000 വോട്ട് നേടിയ BJPയും ഇത്തവണ കച്ചമുറുക്കി തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും മുന്നിൽ. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്.
സീറ്റിനായി ജനാധിപത്യ കേരള കോൺഗ്രസും ഫ്രാൻസിസ് ജോർജിനെ മുന്നിൽ നിർത്തിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് LDFൽ സമ്മർദ്ദത്തിനൊരുങ്ങുന്നത്. കോട്ടയമോ പത്തനംതിട്ടയോ ലഭിച്ചാൽ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി വിജയമുറപ്പിക്കാമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. LDFൽ അംഗമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ പാർലമെന്റ് അംഗമായ മുതിർന്ന നേതാവ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കിയാൽ ഈ കുറവ് പരിഹരിക്കാം. ഈ കണക്കുകൂട്ടലിലാണ് കോട്ടയമോ പത്തനംതിട്ടയോ ചോദിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കുന്നത് സ്വാഭാവികമായി LDFന് ഗുണകരമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇടുക്കിയിൽ PJ ജോസഫ് മത്സരിച്ചേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് പത്തനംതിട്ടയോ കോട്ടയമോ ചോദിക്കാൻ തീരുമാനിച്ചത്. മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിലെ അതൃപ്തർ ഒപ്പം ചേരുമെന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വിശ്വാസം. ജോസഫ് വിഭാഗത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ ആ പ്രസ്ഥാനത്തിലുള്ളവരാണ് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി അതിലവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ധീരമായിട്ടുള്ള ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ച് ഒരു ഘട്ടത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എടുക്കേണ്ട നിലപാട് അല്ലെങ്കിൽ ഞങ്ങൾ നടത്തേണ്ട ഒരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതായാലും മുന്നണി പ്രവേശനത്തിന് തൊട്ടുപിന്നാലെയുള്ള സീറ്റുമോഹം സാധിച്ചെടുക്കുക അത്ര എളുപ്പമാവില്ല ജനാധിപത്യ കേരള കോൺഗ്രസിന്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി മാത്രം പോരാ LDFനെ സ്വാധീനിക്കാൻ. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഇടുക്കി സീറ്റിനായി പിടിമുറുക്കി PJ ജോസഫ്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് PJ ജോസഫ് വ്യക്തമാക്കി. ലയനത്തിനു ശേഷം വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന നിലപാട് പരസ്യമാക്കിയ PJ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള സഹകരണ സാധ്യതയും തള്ളിക്കളയുന്നില്ല. ജോസ് കെ മാണിയുടെ കേരള യാത്ര പാർട്ടിയിൽ ചർച്ച നടത്താതെയാണെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ഇടുക്കി സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കുകയാണ് PJ ജോസഫ്. കോട്ടയത്തിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇടുക്കിയും ചാലക്കുടിയും പഴയ മൂന്നൂരാണ് ചാലക്കുടി. അത് രണ്ടിടത്തും ഇപ്പോൾ UDFയുടെ കയ്യിലല്ല സീറ്റ്. ആ 2 സീറ്റിൽ ഏതെങ്കിലും സീറ്റുകൾ വന്ന് UDF തന്നെ ആവശ്യപ്പെടുകയുണ്ടായി. കേരള കോൺഗ്രസ് എമ്മുമായുള്ള ലയനത്തിന് മുൻപ് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്ന ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ ആ പ്രാതിനിധ്യമില്ല. ഇരു ഗ്രൂപ്പുകളുടെയും ലയനത്തിന് ശേഷം വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ജോസഫ് പരസ്യമാക്കി. പാർട്ടിയിൽ ഇപ്പോഴും 2 വിഭാഗമുണ്ടെന്ന് സമ്മതിച്ച PJ ജോസഫ് ജനാധിപത്യ കേരള കോൺഗ്രസുമായുള്ള സഹകരണ സാധ്യതയും തള്ളിയില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കേരള കോൺഗ്രസുകൾ യോജിക്കാറുണ്ട്, രണ്ടായാറുണ്ട്. സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ജോസ് കെ മാണിയുടെ കേരള യാത്ര സംബന്ധിച്ച ഭിന്നതയും ജോസഫ് പരസ്യമാക്കി. ചർച്ച നടന്നില്ലെന്ന പരാതി പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടിക്കുള്ളിൽ ചില ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പരാമർശം ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. എന്നോർത്ത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം സാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. UDF നേതൃത്വത്തെയും മാണി ഗ്രൂപ്പിനെയും പ്രതിസന്ധിയിലാക്കുന്ന നീക്കത്തിനാണ് PJ ജോസഫ് ഒരുങ്ങുന്നത്. ഇടുക്കി സീറ്റ് ആവശ്യപ്പെടുന്നത് PJ ജോസഫിന് തന്നെ മത്സരിക്കാനാണെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത PJ ജോസഫും തള്ളിയില്ല. TG സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമാകുമ്പോഴാണ് ഇടുക്കി സീറ്റ് ആവശ്യവുമായി PJ ജോസഫ് രംഗത്തെത്തുന്നത്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ജോസഫ് വ്യക്തമാക്കുമ്പോൾ UDFൽ കലഹത്തിനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. മാണി കോൺഗ്രസിലെ ഭിന്നതയെക്കുറിച്ചും തുറന്നു പറയുന്നു ജോസഫ്. ലയനത്തിനു ശേഷം വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന ചിന്ത തന്നെയാണ് ഇതിന് പിന്നിൽ. ജോസഫിനെ മെരുക്കാൻ ഇടുക്കി സീറ്റ് നൽകേണ്ടി വരുമോ? ഇടുക്കിയും കോട്ടയവും മാണി കോൺഗ്രസിന് നൽകിയാൽ ഉമ്മൻചാണ്ടി എവിടെ മത്സരിക്കും? ഇടുക്കി സീറ്റ് ആർക്കെന്ന ചോദ്യം അതിനാൽ തന്നെ പ്രസക്തമാവുകയാണ്. വയനാട് മണ്ഡലത്തിനായുള്ള മുസ്ലിം ലീഗ് അവകാശവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രതിനിധി തന്നെ വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യാടൻ ഷൌക്കത്തും ഇടം പിടിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റിനായി പിടിമുറുക്കുകയാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് ഔദ്യോഗികമായി ആവശ്യപ്പെടാനും ലീഗ് ശ്രമിക്കുന്നുണ്ട്. വയനാട് സീറ്റാണ് ലീഗിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഇതിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ശ്രമം. വയനാട്ടിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധി തന്നെ ലോക്സഭയിലേക്ക് പോകുമെന്ന് KPCC നിർവാഹക സമിതി അംഗം ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. ഇവിടെ ഒരു സംശയവും വേണ്ട. വയനാട് പോലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബഹുഭൂരിപക്ഷത്തോട് വിജയിക്കാൻ പറ്റിയ മണ്ഡലമാണ്. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥി തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കും.
അതിനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ വയനാട്ടിൽ നിന്നും മത്സരിപ്പിക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മറുപടി ഇങ്ങനെ: ഒരിക്കലുമില്ല. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വയനാട് മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളാണ്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് വടക്കുമുറിയിൽ ലോറിയും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, അല്പസമയം മുമ്പാണ് അപകടം നടന്നത്. കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. രണ്ട് വാഹനങ്ങളും ലോറി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് ലോറി തിരിഞ്ഞതാണ് അപകടത്തിന് കാരണമായത്. ബസ്സിലുണ്ടായിരുന്ന 4ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പക്ഷേ അപകടത്തിന് ശേഷം ഈ ഭാഗത്ത് അല്പസമയം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് ഗുരുതര പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശരി പ്രസാദ്. പത്മനാഭസ്വാമി ക്ഷേത്രം കേസിന്റെ അന്തിമവാദം സുപ്രീംകോടതിയിൽ ഇന്ന് ആരംഭിക്കും. ജസ്റ്റിസുമാരായ യു ലളിത്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്തിമവാദം കേൾക്കുന്നത്. കേസിലെ അമിക്കസ് ക്യൂറി സ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ സോളിസിറ്റർ ജനറൽ ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ കത്ത് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. നവംബർ 25-നാണ് ഗോപാൽ സുബ്രഹ്മണ്യം കത്ത് കൈമാറിയത്. വ്യക്തിപരമായ അസൌകര്യം കാരണം അമിക്കസ് സ്ഥാനം ഒഴിയാൻ അനുവദിക്കണമെന്നാണ് ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ അപേക്ഷ. കർണാടകയിൽ മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമിയെ വിമർശിച്ച കോൺഗ്രസ് എംഎൽഎമാരിൽ ഒരാളായ സോമശേഖർ മാപ്പ് ചോദിച്ചു. എംഎൽഎമാരുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി രാജിവെക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് കോൺഗ്രസ് മാപ്പ് പറഞ്ഞ് രംഗം തണുപ്പിച്ചത്. കർണാടകയിൽ കോൺഗ്രസും ജനതാദൾ സെക്കുലറും തമ്മിലുള്ള പോരാണ് പുതിയ രാഷ്ട്രീയ നാടകം. മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമിക്കെതിരെ ഒളിയം പെയ്തത് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ പുട്ടരംഗ ഷെട്ടിയായിരുന്നു. കോൺഗ്രസുകാരുടെ മുഖ്യമന്ത്രി ഇപ്പോഴും സിദ്ധരാമയ്യയാണ് എന്നായിരുന്നു പ്രസ്താവന. കുമാരസ്വാമിയുടെ ഭരണത്തിൽ വികസനം മുരടിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് എംഎൽഎ സോമശേഖറും രംഗത്തെത്തി. അംഗങ്ങളെ കോൺഗ്രസ് നിയന്ത്രിച്ചില്ലെങ്കിൽ രാജിവെച്ചൊഴിയുമെന്ന് കുമാരസ്വാമി ഭീഷണി മുഴക്കി. Congress leaders, they must control their MLAs. Frequently, if they in the open meetings, if they react like this. സംഭവം വിവാദമായതോടെ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ദിനേശ് റാവു എംഎൽഎമാരെ വിളിച്ചുവരുത്തി ശാസിച്ചു. അതിരുവിട്ട പ്രസ്താവനയാണ് ഉണ്ടായതെന്നും സോമശേഖർ എംഎൽഎ മുഖ്യമന്ത്രിയോട് മാപ്പ് പറഞ്ഞുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ അറിയിച്ചു. That is a different thing. But as far as Siddaramaiah is concerned, yes, he is our leader. He is a CLP leader in our party. He has done well for the last 5 years. Nobody can dispute that. മുഖ്യമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് കർണാടകയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും വ്യക്തമാക്കി. അങ്ങനെ യാതൊരു സാഹചര്യവും അവിടെ നിലവിലില്ല. ഗവൺമെന്റ് വളരെ ശക്തമായി മുന്നോട്ട് പോകും. ശരിയാണ്, ഒരു എംഎൽഎയുടെ പ്രസ്താവന ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടാണ് അത്തരം പ്രസ്താവനകളെ കാണുന്നത്. പാർട്ടി പ്രസിഡന്റിനോട്, സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ദിനേശ് ഗുണ്ടുറാവിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം വാസ്തവവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ അനവസരത്തിൽ നടത്തിയ എംഎൽഎയോട് അടിയന്തരമായും വിശദീകരണം ചോദിക്കാനും തൃപ്തികരമല്ലാത്ത മറുപടിയാണെങ്കിൽ ശക്തമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാദ പ്രസ്താവന നടത്തിയ എംഎൽഎമാരോട് കോൺഗ്രസ് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സഖ്യം തകർക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് എല്ലാ എംഎൽഎമാർക്കും നേതൃത്വം കർശന മുന്നറിയിപ്പ് നൽകി. തൽക്കാലം പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെങ്കിലും 7 മാസം പ്രായമായ കോൺഗ്രസ് ജെഡിഎസ് സഖ്യം ഉലയുക തന്നെയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യഭീഷണിയുമായാണ് കുമാരസ്വാമി രംഗത്തെത്തിയത്. കോൺഗ്രസിനെതിരെയുള്ള രോക്ഷം പരസ്യമാക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധിക്കാണ് താൽക്കാലിക പരിഹാരമായത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കർണാടകം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജെഡിഎസ് വിള്ളൽ ബിജെപി നേട്ടമാകാൻ ഏത് വിധേനയും നോക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായും ജാഗ്രതയോടെയുമാണ് കോൺഗ്രസ് ഈ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിനും ജെഡിഎസിനുമിടയിലെ മുറിവുകൾ ഉണക്കാൻ ഈ മാപ്പ് പറച്ചിലിന് സാധിക്കുമോ? കർണാടകയിലെ പ്രതിസന്ധിക്ക് അവസാനമായോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.
അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കരട് കരാറിന് അമേരിക്കയും താലിബാനും അംഗീകാരം നൽകി. 17 വർഷത്തെ പോരാട്ടം അവസാനിപ്പിച്ച് തുടർ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാൻ ഇരുകൂട്ടരും ധാരണയായതായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അമേരിക്കൻ പ്രതിനിധി വ്യക്തമാക്കി. അടുത്ത മാസം തന്നെ ഉന്നതതല ചർച്ചകൾ തുടങ്ങുമെന്നും സൂചനയുണ്ട്. ഖത്തറിൽ വെച്ച് ഇരുവിഭാഗവും നടത്തിയ 6 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷമാണ് സമാധാനത്തിന് വഴിയൊരുങ്ങിയത്. ചൈനീസ് മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഹുവായിക്കെതിരെ അമേരിക്കൻ ക്രിമിനൽ കുറ്റം ചുമത്തി. അമേരിക്കൻ മൊബൈൽ നിർമ്മാണ കമ്പനിയായ ടി മൊബൈലിന്റെ സാങ്കേതികവിദ്യ മോഷ്ടിച്ചുവെന്നും അമേരിക്കയിലെ ഗ്ലോബൽ ബാങ്കിനെ കബളിപ്പിച്ചുവെന്നുമാണ് ഹുവായിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെയും സംഭവത്തിൽ പ്രതി ചേർത്തിട്ടുണ്ട്. എന്നാൽ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഹുവായി വ്യക്തമാക്കി. ഇനി ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാ പൌരന്മാർക്കും അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ഗാന്ധി. ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കാനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പെന്നും രാഹുൽ വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് കേരളത്തിലേക്കുള്ള വരവ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസിന് പുത്തനുണർവ് നൽകുമോ എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. ആദ്യമായി ചെന്നൈയിൽ നിന്നും അരുൺ എന്നൊരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ അരുൺ, എന്തായാലും രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയോടെ കേരളത്തിലെത്തും. കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും ആണ് പ്രധാന ചർച്ചയായി എത്തുക. താങ്കൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ കാണുന്നത്? മാഡം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് വന്ന് വളരെ വളരെ വിജയമായിരിക്കും. കാരണം മനുഷ്യർ വന്ന് ഇന്നത്തെ സ്ഥിതിയിൽ വന്ന് വളരെ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനില് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തോടെ അവർ വന്നാൽ എല്ലാ ജനങ്ങളും, കാരണം ഈ കോൺഗ്രസിനും ഈ വോട്ട് കിട്ടുന്നത് കൊടുക്കുന്നത് മൊത്തം കോൺഗ്രസ് അല്ല, എല്ലാ ജനങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്യും. കാരണം ഈ എല്ലാ രാഷ്ട്രീയക്കാരും വിചാരിക്കുന്നത് ഈ എല്ലാം അതാത് രാഷ്ട്രീയക്കാരുടെ വോട്ട് കൊണ്ട് അവർ ജയിക്കുന്നതെന്നാ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതിൽ വന്ന് എല്ലാ ജനങ്ങളും, കാരണം നല്ലത് ആര് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നല്ല ജനങ്ങൾക്കും വോട്ട് കൊടുക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെയേറെ പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി അരുൺ, ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്നൊരു പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ശ്രീ പ്രേമൻ, എന്തായാലും UDF നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അധിക സീറ്റ് ആവശ്യപ്പെടുന്ന ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവാണ്. അതേ സ്ഥാനത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേന്ദ്രത്തില് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഇന്ത്യയിലാകെ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് അടിപൊളി കൂടിക്കൊണ്ടിരിക്കുന്ന UDF പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞു എന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ലെന്ന്. അതുപോലെ തന്നെ ഇടുക്കി സീറ്റിന് വേണ്ടി PJ ജോസഫും ഉമ്മൻചാണ്ടിയും വടംവലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അടിച്ചു കിടക്കുന്ന ഈ UDF ഒരു തരത്തിലും കേരളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ LDFന് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ LDFന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കിയാലും വളരെയധികം സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ ഒരു ആൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റത്തിനും കൂടി സാധ്യത ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ അടിപിടി അവസാനിപ്പിച്ചാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടുകയുള്ളൂ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നന്ദി പ്രേമൻ. ഇപ്പോൾ കൊയിലാണ്ടിയിൽ നിന്നും റഷീദ് എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ റഷീദ്, എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാനാണ് UDF തീരുമാനം. എങ്ങനെയാണ് താങ്കൾ രാഹുൽ ഗാന്ധിയുടെ വരവിനെ കാണുന്നത്? UDFന്റെ ആവേശം പകർന്നുകൊണ്ടുള്ള ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ വരവ് എന്തു തന്നെയായാലും UDFന് ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല UDFന്റെ ഘടകകക്ഷികൾക്കൊക്കെ അവരുടെ അവകാശവാദങ്ങളൊക്കെ മുന്നിൽ നിർത്താനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ വരവ് കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ്, പ്രവചനക്കാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള തിരിച്ചുവരവ്, അതേ കോൺഗ്രസിന് ആവേശം പകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഹൃദയഭൂമിയിലുള്ള ആ വിജയം കൊണ്ട് ഇന്ത്യയും ഇന്ത്യയുടെ ജനങ്ങളും നോക്കിക്കാണുന്നത്. അതേപോലെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവും പിന്നെ മമതാ ബാനർജിയും
മമതാ ബാനർജി അല്ല, മായാവതിയും കൂടി അവിടെ സഖ്യം വരുമ്പോൾ അവിടെ BJP തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇന്ത്യയുടെ ഭരണം യഥാർത്ഥത്തിൽ UPയും അതേപോലെ ഈ ഹൃദയഭൂമിയിലുള്ള വോട്ടർമാരുമായിരുന്നു ഇന്ത്യയുടെ ഭരണം ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത്. ആ ഒരു നല്ലൊരു സാഹചര്യം കോൺഗ്രസിന് ഇന്ന് വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഇന്ത്യയിൽ വരണമെന്നും ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന മിനിമം വേതനം, അതായത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും മിനിമം വേതനം ലഭിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങൾക്കും ഗുണകരമായ രീതിയിൽ, അതായത് ഇപ്പോഴുള്ള ഒരു തൊഴിൽ പദ്ധതി ഉണ്ടല്ലോ, സാധാരണക്കാർക്ക് ജോലി കൊടുക്കുന്നുള്ള ആ തൊഴിൽ പദ്ധതി പോലെ മിനിമം വേതനവും ഇന്ത്യയിൽ നടപ്പാക്കിയാൽ തീർച്ചയായും ഇന്ത്യയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കും എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇന്ത്യ രാജ്യത്ത് വരും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നത്. നെടുമങ്ങാട് നിന്നും സുധാകരൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ സുധാകരൻ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിന് ആവേശം പകർന്ന് രാഹുൽ ഗാന്ധിയും കൂടി കേരളത്തിലെത്തുന്നു. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ കാണുന്നത്? ഹലോ പറഞ്ഞോളൂ സുധാകരൻ, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ അവസരത്തിൽ എനിക്ക് രണ്ട് കാര്യമാണ് പ്രധാനമായും സൂചിപ്പിക്കേണ്ടത്. ഓരോ ഭാരതീയനും ഇന്ന് രാജ്യസ്നേഹം വിട്ടുകളയാതെ രാജ്യസ്നേഹത്തോടും ദേശസ്നേഹത്തോടും അതോടൊപ്പം തന്നെ ഭരണഘടനയെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് വേണം ഓരോ ഭാരതീയനും മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് രണ്ട് കാര്യം ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, നമ്മൾ BJP വിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. പക്ഷെ അതിന് ചെയ്യേണ്ടത് UP, കർണാടക, നമ്മൾ തൊട്ട് കർണാടക നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെയുള്ള ഓരോ MPമാരും കോൺഗ്രസുകാരും കോടികൾക്ക് പിന്നാലെ പോകുന്ന അവസ്ഥ ആദ്യം മാറ്റണം. അങ്ങനെ ഈ കോടികൾക്ക് പിന്നാലെ പോകുന്ന അവസ്ഥ മാറ്റി ഭാരതീയന്റേതായ യഥാർത്ഥ സ്നേഹം നെഹ്റുവിന്റെ കാലത്തിലുള്ള ആ കോൺഗ്രസുകാരായിട്ട് മുന്നോട്ട് വന്നാൽ യഥാർത്ഥത്തിൽ ഈ UPയിൽ ഇനി നടക്കുന്ന ഈ കോലാഹലങ്ങൾക്ക് എല്ലാത്തിനും വിരാമമിടാനും UPയിലുള്ള മഹാസഖ്യം മുന്നോട്ട് വരാനായിട്ടുള്ള പ്രയത്നത്തിന് സഹായിക്ക വേണം ഈ കോൺഗ്രസ് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന 2019 തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാജീവ് ഗാന്ധി അല്ല ഇനി ആര് വന്നിരുന്നാലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവര് ഈ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ഓരോ ഭാരതീയനും തയ്യാറായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ എന്തായിരുന്നാലും വയനാട് നിന്നും ജനാർദ്ദനൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജനാർദ്ദനൻ, എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? വയനാട്ടിലെ അല്ല കേരളത്തിലെ സ്ഥിതി രാഹുൽ ഗാന്ധി വന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ഒരു രക്ഷപ്പെടുത്താനാവില്ല. അത് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി വന്നുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നത് നല്ല കാര്യം തന്നെയാണ്. രാജ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി പറ്റും. എന്താ വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് BJPക്ക് ചൂട്ടുപിടിക്കുന്ന കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി വന്നാൽ രക്ഷപ്പെടുത്താനാവില്ല. ഇവിടെ കാവ്യ അണിയുന്ന കോൺഗ്രസ്സാണ് കേരളത്തിൽ. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷമാണ് കേരളത്തിലെ ജനങ്ങളെ മതേതരത്വ പാർട്ടി. അതുകൊണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധി കണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാവില്ല. രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം. ശരി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സതീഷ് എന്നൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നത്. ശ്രീ സതീഷ്, എന്തായാലും കേരളത്തിൽ നിന്നും പരമാവധി സീറ്റ് നേടുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എത്രത്തോളം ഒരു പുത്തൻ ഉണർവാണ് കോൺഗ്രസിന് നൽകുക? കോൺഗ്രസിന്റെ സ്ഥിതി കേരളത്തിൽ വളരെ പരിതാപകരമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും കേരളത്തിലെ സ്ഥിതി പരമാവധി കഷ്ടപ്പാടാണ്. അവര് കൊടി പിടിക്കാതെ ഇതിലേക്ക് പങ്കെടുക്കാം എന്ന് പറയുന്ന നിലപാടുകൾ ആണ് ഇവരുടെ ഈ പ്രതിച്ഛായക്ക് ഇത്രയും കോട്ടം വരുത്താനുള്ള കാരണം. അത് ഇവരുടെ പല അണികളും ഇപ്പോൾ കാവിക്കൊടി പിടിച്ചുകൊണ്ട് നടക്കണം. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവർ രണ്ടുപേരും. ഒരു സ്ഥലം നോക്കിയാൽ BJP, ഒരു സ്ഥലം നോക്കിയാൽ കോൺഗ്രസ്. ഇതാണ് ഇതിന്റെ സത്യം. പിന്നെ കോൺഗ്രസിന് എന്തുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റിൽ കഴിഞ്ഞ തവണ കിട്ടാതെ പോയത്? ഇവർ കംപ്ലീറ്റ് അഴിമതിയുടെ കൂമ്പാരമാണ്. അഴിമതിയുടെ കൂമ്പാരം. അവരതിനെല്ലാം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ഇതാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. BJPക്കാരെ നോക്കിയാലും അതേ ഇത് തന്നെയാണ്.
ഒരു വ്യത്യാസവും കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റം, ബി ജെ പിയിൽ നിന്നൊരു മാറ്റം വരണം. രാഹുൽ ഗാന്ധി വരുന്നത് നല്ലത് തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഇവർക്കൊരു ഉത്തേജനമാവട്ടെ, ഇനിയെങ്കിലും ഇവർ പഠിക്കട്ടെ. ഇപ്പോഴും തന്നെ പറയുന്നുണ്ട്, എനിക്ക് പല ഘടകകക്ഷികൾക്കും രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അയാളോട് സീറ്റിന്റെ ചർച്ച നടത്താം എന്ന് വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സുബിൻ എന്നൊരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. സുബിൻ, എന്തായാലും താങ്കളുടെ ഒരു നിലപാട്, അഭിപ്രായം എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലെത്തുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത്, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു മികച്ച ഒരു നേതാവാണ്. ഇപ്പോഴത്തെ ഈ തകർന്നിരിക്കുന്ന കോൺഗ്രസിനെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. കേരളത്തിൽ ചെറിയൊരു അഴിച്ചുപണി എന്തായാലും വേണ്ടതാണ്. അതായത് ഇപ്പം നേതൃത്വ നിരയിലേക്ക് കൂടുതൽ യുവാക്കളെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ എല്ലാ മേഖലയും, ഇപ്പൊ കുറെ പേര് സംസാരിക്കുകയുണ്ടായി, എല്ലാ മേഖലയിലും അഴിമതിയും എല്ലാം ഉണ്ട്. ഇപ്പം BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാ പാർട്ടിക്കും എല്ലാവരും ഓരോ മേഖലയിലും അഴിമതി നടത്തുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നതോടുകൂടി എന്താ പറയാ, കോൺഗ്രസിന് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാവുക. ഈ വരുന്ന ഇലക്ഷനൊക്കെ കൂടി നല്ലൊരു സീറ്റും ഒക്കെ നേടാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വയനാട് നിന്നും സൂഫി എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ സൂഫി, എന്തായാലും നിർണായക തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കരുതുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണമായും അധികാരത്തിൽ വരും. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതുകൊണ്ട് കോൺഗ്രസിന്റെ നില മെച്ചപ്പെടും. UDF എന്നാൽ വർഗീയ സംഘടനകളെ ശക്തമായി എതിർക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പോടുകൂടെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയും. BJP അധികാരത്തിൽ നിന്ന് ശക്തമായും തുരുത്തി ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വർഗീയ ശക്തികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പിന്നിൽ നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒറ്റപ്പാൽ നിന്നും വിനോദ് എന്നൊരു പ്രേക്ഷകനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ശ്രീ വിനോദ്, എന്തായാലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും രംഗത്തുണ്ട്. ഇതിനിടയിലുള്ള രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അതൊക്കെ ജനങ്ങൾ തമ്മിൽ നേതൃത്വങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇവിടെ നമുക്കതല്ല പ്രശ്നം. ഈ സഖാക്കൾ ഇങ്ങനെ BJP കോൺഗ്രസ്സുകാർ മുഴുവൻ BJPക്കാരാന്ന് പറഞ്ഞു നടക്കണു. പഴയകാല ചരിത്രം ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. പണ്ടത്തെ അദ്വാനിയുടെ വാജ്പേയിയുടെ കാച്ചി ട്രൗസർ ഇട്ട് നടന്ന EMSലെ സൂര്യത്തിനൊന്ന് ഓർത്തിരുന്ന സഖാക്കൾക്ക് നന്നാവും. ശരി വിനോദ്, എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസിന് പുത്തനുണർവ് നൽകുമോ എന്ന ചോദ്യമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കൈത്തറി മേഖല ഉറ്റുനോക്കുന്നത്. പരമ്പരാഗത വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് കൈത്തറി സഹകരണ സംഘങ്ങൾ. ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ യൂണിഫോമുകൾ കൈത്തറിയാക്കിയ സർക്കാർ നടപടി മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. തകർച്ചയുടെ വക്കിലായ വ്യവസായത്തിൽ പുതിയ തൊഴിലവസരങ്ങൾക്ക് പ്രഖ്യാപനം വഴിവെച്ചു. കൂടുതൽ ക്ലാസുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൈത്തറി മേഖല. കൈത്തറി വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം കൈത്തറിയിൽ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് കൈത്തറിയിലൊരു പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം മിനിമം വേതനം ഉറപ്പാക്കാനുള്ള തീരുമാനം കൂടി ഉണ്ടാകണമെന്ന ആവശ്യം സഹകരണ സംഘങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ മാർക്കറ്റ് ഇൻസെൻറ്റീവ് എത്ര ടേൺ ഓവർ ഉണ്ടായാലും 10% കിട്ടുന്നവരായി. അത് ഈ വ്യവസായത്തിന് പിടിച്ചു നിൽക്കാൻ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്തായി 30 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇനി മാർക്കറ്റ് ഇൻസെൻറ്റീവ് കൊടുക്കേണ്ടതുള്ളൂ എന്ന നിയമം കൊണ്ടുവന്നു. ഇത് കേരളത്തിലെ കൈത്തറിയെ തകർച്ചയുടെ നെല്ലിപ്പണിയിൽ എത്തിച്ചിട്ടുണ്ട്. മേഖലയുടെ നവീകരണത്തിന് ബജറ്റിൽ പുതിയ പദ്ധതികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.
സംസ്ഥാനത്ത് 1,26,000 തൊഴിലാളികളും കുടുംബാംഗങ്ങളുമാണ് കൈത്തറിയെ ആശ്രയിക്കുന്നത്. 100 കോടി രൂപയുടെ കയറ്റുമതിയും നടക്കുന്നു. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച എറണാകുളത്തെ ഷീ ലോഡ്ജ് എങ്ങുമെത്തിയില്ല. 4 കോടി രൂപ ഇതിന് വകയിരുത്തിയിരുന്നു. കാക്കനാട്ടെ വനിതാ വികസന കോർപ്പറേഷന്റെ വനിതാ ഹോസ്റ്റലിനോട് ചേർന്ന് നിർമ്മാണം നടത്താനായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ ബജറ്റിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടത് സ്ത്രീകൾക്കു വേണ്ടിയുള്ള പദ്ധതികളായിരുന്നു. വീട് വിട്ടുനിന്ന് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീകൾക്കായുള്ള ഷീ ലോഡ്ജ് പദ്ധതി ഏറെ പ്രശംസ നേടിയിരുന്നു. കൊച്ചിയിൽ കാക്കനാട് കളക്ടറേറ്റിന് സമീപം വനിതാ വികസന കോർപ്പറേഷന്റെ വനിതാ ഹോസ്റ്റൽ നിൽക്കുന്ന സ്ഥലത്ത് സംസ്ഥാനത്തെ ആദ്യ ഷീ ഹോസ്റ്റൽ നിർമ്മിക്കാനായിരുന്നു ഉദ്ദേശം. ബജറ്റിന് പുറമെയും ഇതിനായി തുക കണ്ടെത്തി. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് 1 വർഷം എത്തുമ്പോഴും ബിൽഡിംഗ് പെർമിറ്റ് പോലും ലഭ്യമായിട്ടില്ല. പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ധനമന്ത്രി തോമസ് ഐസക് നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പറയുകയും പ്രായോഗികവുമല്ലാത്തതായ ഒരു ബഡ്ജറ്റാണ് ശ്രീ തോമസ് ഐസക് ബഡ്ജറ്റ്. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി തോമസ് ഐസക്കിനെ ധനകാര്യ വകുപ്പ് മാറ്റി പ്രായോഗികമായ ഒരാളെ വെക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിരവധി സ്ത്രീകൾക്ക് സഹായകരമാകുന്ന പദ്ധതിയാണ് വഴിമുട്ടി നിൽക്കുന്നത്. കൊച്ചിയിൽ സ്വകാര്യ വനിതാ ഹോസ്റ്റലുകളിൽ കഴുത്തറപ്പൻ ഫീസുകളാണ് ഈടാക്കുന്നത്. ഷീ ലോഡ്ജ് പദ്ധതി തുടങ്ങാൻ വേണ്ടി എറണാകുളത്ത് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ സ്ഥലമാണിത്. 4.5 കോടിയിലധികം രൂപയാണ് ബജറ്റിൽ മാത്രമായി വകയിരുത്തിയതും. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിൽ അധികമായി ഏറെയൊന്നും ചെയ്യാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ശബരിമലയിൽ ദർശനത്തിന് പോയ ചാത്തന്നൂർ സ്വദേശി മഞ്ജുവിന് നേരെ കല്ലേറ്. വീടിന് സമീപം വെച്ച് രാത്രിയിലാണ് കല്ലേറുണ്ടായത്. 10 മണിക്കായിരുന്നു സംഭവം. പോലീസിൽ പരാതി നൽകുമെന്ന് മഞ്ജു അറിയിച്ചു. കേരളമൊഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കുറയുന്നു. പെൺ ഭ്രൂണഹത്യയ്ക്ക് കുപ്രസിദ്ധി നേടിയ ഹരിയാനയേക്കാൾ കുറവാണ് ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ ജനനനിരക്ക്. 1000 ആൺകുട്ടികൾക്ക് 877 പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് രാജ്യത്ത് പിറക്കുന്നത്. ആന്ധ്രയും രാജസ്ഥാനുമാണ് പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ഏറ്റവും അധികം കുറയുന്ന സംസ്ഥാനങ്ങൾ. 1000 ആൺകുട്ടികൾക്ക് 806 പെൺകുഞ്ഞുങ്ങൾ എന്നതാണ് രണ്ടിടത്തും ജനനനിരക്കെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. കർണാടക, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിനിടെ പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്കിൽ വലിയ കുറവുണ്ടായി. കർണാടകയിൽ 108 പോയിന്റ് കുറഞ്ഞ് 896ഉം തമിഴ്നാട്ടിൽ 95 പോയിന്റ് കുറഞ്ഞ് 840ഉമാണ് പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക്. തെലങ്കാന രൂപീകരിക്കപ്പെടുമ്പോൾ 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 954 പെൺകുഞ്ഞുങ്ങൾ എന്നതായിരുന്നു ജനനനിരക്ക്. ഇപ്പോൾ അത് 881 കുറഞ്ഞു. 2007 ശേഷം പെൺകുഞ്ഞുങ്ങളുടെ ജനനനിരക്ക് കൂടിയ ഒരേ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 954 പെൺകുട്ടികൾ എന്ന കേരളത്തിലെ ജനനനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ 77 പോയിന്റ് കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ നിലയെങ്കിലും സെൻസസ് പ്രകാരം പെൺകുട്ടികളുടെ ജനനനിരക്കിൽ വലിയ നേട്ടം അവകാശപ്പെടാനാവില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളെ, എസ്പെഷ്യലി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ തോതിൽ, അതായത് എണ്ണത്തിൽ, സെക്സ് റേഷ്യോയിൽ ശരിയായ വിധത്തിലൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. രാജ്യത്ത് 10 വർഷത്തിനിടെ പെൺകുട്ടികളുടെ ജനനനിരക്ക് 27 പോയിന്റ് കുറഞ്ഞുവെന്നും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കണക്കുകളിലുണ്ട്. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം നഗരത്തിലെ ആകർഷകമായ ചുമർ ചിത്രങ്ങൾക്കുമേൽ പോസ്റ്റർ പതിച്ച് നശിപ്പിക്കുന്നതിനെതിരെ നടപടിയുമായി മേയർ നേരിട്ടെത്തി. മേയർ വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്ററുകൾ മാറ്റി ചിത്രങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി. ഇനി പോസ്റ്റർ പതിപ്പിച്ചാൽ കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. തലസ്ഥാന നഗരിയുടെ സ്വപ്ന പദ്ധതിയായ ആർട്ടീരിയയുടെ ഭാഗമായ ചിത്രങ്ങളാണ് പോസ്റ്ററുകൾ ഒട്ടിച്ച് നശിപ്പിക്കുന്നത്. പാളയത്തിന് സമീപമുള്ള ചുവർ ചിത്രങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്വകാര്യ സ്ഥാപനങ്ങളുമടക്കം പോസ്റ്ററുകൾ പതിച്ചത്. തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് നേതൃത്വം നൽകുന്ന ഗ്രീൻ ആർമിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ.
പോസ്റ്ററുകൾ പൂർണ്ണമായി മാറ്റി ചിത്രങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി. വീണ്ടും പോസ്റ്റർ പതിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം. സൗന്ദര്യബോധമില്ലാത്ത ചില ആൾക്കാരാണ് നഗരത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. അവർ അതിൽ നിന്നും മാറാൻ വേണ്ടി തയ്യാറാകണം. ഇപ്പോൾ പോസ്റ്റർ ഇട്ടിട്ടുള്ള മുഴുവൻ സംഘടനകൾക്കെതിരെയും നഗരസഭ അവരിൽ നിന്നും ഫൈൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകും. ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ലൈസൻസ് കട്ട് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നഗരസഭ പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആർട്ടീരിയ പദ്ധതിയുടെ ഭാഗമായി നിരവധി കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ ചുവർ ചിത്രങ്ങൾ ഒരുങ്ങിയത്. ടൂറിസം വകുപ്പ് 2014 തുടക്കം കുറിച്ച് 2015 ഓഗസ്റ്റിൽ പൂർത്തീകരിച്ച ചിത്രങ്ങൾ ഇപ്പോൾ നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ വാർത്തകൾ. മാമാങ്കം സിനിമയുമായി സജീവ് പിള്ളയ്ക്ക് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി. ചിത്രം സംവിധായകൻ എം പത്മകുമാർ ഏറ്റെടുക്കും. ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന സജീവ് പിള്ളയുടെ വാദം അടിസ്ഥാനരഹിതമാണ് എന്നും വേണു കുന്നപ്പള്ളി പറഞ്ഞു. സംവിധായകന്റെ പരിചയക്കുറവ് കാരണം വൻ സാമ്പത്തിക നഷ്ടമാണ് മാമാങ്കം ചിത്രത്തിലൂടെ സംഭവിച്ചതെന്ന് നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി. പറഞ്ഞുറപ്പിച്ച ബഡ്ജറ്റിന്റെ 3 ഇരട്ടി ചിത്രത്തിന് ചിലവായി. 4 സിനിമയ്ക്കുള്ള അത്രയും ദൃശ്യങ്ങൾ ആത്മവിശ്വാസക്കുറവ് കാരണം സംവിധായകൻ അനാവശ്യമായി ചിത്രീകരിച്ചുവെന്നും നിർമ്മാതാവ് ആരോപിച്ചു. ഒരു ബോക്സ് ഫുള്ള് ഹാർഡ് ഡിസ്ക് ആണ് 10 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇത് ഈ പറയുന്ന എഡിറ്ററുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ ജോലിയാണ് എല്ലാവർക്കും തമാശ. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് 10 ദിവസം ഇത്ര ഒരു വലിയ ബോക്സിൽ ഈ ഹാർഡ് ഡിസ്ക് വന്നത്. മമ്മൂട്ടിയുടെയും ഫെഫ്കയുടെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായില്ല. പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ പത്മകുമാർ ആദ്യം ചിത്രം ചെയ്യാൻ താൽപര്യക്കുറവ് അറിയിച്ചിരുന്നു. എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും ഫെഫ്കയുടെയും ആവശ്യപ്രകാരം സിനിമ ഏറ്റെടുക്കുകയായിരുന്നു. ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന സജീവ് പിള്ളയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിർമ്മാതാവ് പ്രതികരിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ തന്നെ മാമാങ്കം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുമെന്നും വേണു കുന്നപ്പള്ളി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി.